നമ്മളിങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മളെ പിടിച്ച് വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ കൈയോടെ പൊക്കി. നിങ്ങളെ ഉമ്മ ഇല്ല, എൻ്റെ വീട്ടില് അന്നേരം അറിയില്ല, ആരാന്നൊന്നും അറിയില്ല. പിന്നെ ആ സമയങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെപ്പറ്റി ഞാനും അടുത്ത് സംസാരിക്കില്ല, ആരും സംസാരിക്കില്ല, എന്നോട് ചോദിക്കില്ല, ഒന്നുമില്ല. സിറ്റുവേഷൻ ഇല്ലാണ്ട് പിന്നെ ആരും വന്നാൽ അറിയില്ല. പക്ഷെ വേറെ രസം എന്ന് അറിയാം. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമാവാം. പക്ഷെ ഇതുവരെ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെ ഇവിടെ വീട്ടിൽ നിന്നോ ആരും തന്നെ നമ്മളോട് ചോദിച്ചില്ല നിങ്ങളെ ലവ് സ്റ്റോറി പറയോ. എന്നോട് ചോദിച്ചില്ല, എന്നോട് ചോദിച്ചില്ല. ലാലക്ക് അറിയില്ല, ഇവളെ അനിയത്തിക്ക് അറിയില്ല. പിന്നാതൊരു നിങ്ങൾക്കെല്ലാം ഇട്ട 10 വീഡിയോ ഇട്ടിട്ട് ഇന്നലെ ഇട്ട വീഡിയോയില് പറഞ്ഞതിന് ശേഷമാണ് ലാല നമ്മളോട് പറഞ്ഞത് നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് പറയണേ, ശരിക്കും പറയണെന്ന് പറഞ്ഞു. പോക്ക് ഭയങ്കര ഇഷ്ടമായി കേൾക്കാൻ. അപ്പോൾ അങ്ങനെ പിടിച്ചതിൻ്റെ ഇവളായിട്ട് പ്രശ്നമായി. പിന്നെ എന്താ പറയാ, അങ്ങനെ എന്തെല്ലാം കുഴപ്പമായിട്ട് എന്റെ ഉമ്മാക്കൊന്നും എതിർപ്പ് അങ്ങനെയല്ല പറയത്തൊക്കെ എതിർപ്പൊന്നുമില്ല. ഞാൻ എല്ലാം പണ്ടേ ഉമ്മാന്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നം. അത് എന്താ കാരണം അറിയോ? ഉമ്മാക്ക് എതിർപ്പില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് പിന്നെ ഉമ്മ സ്നേഹിച്ചോട്ട് എന്നുള്ളൊരു സപ്പോർട്ടിലല്ല പറയുന്നത്. കാരണം ഇവളെ അതായത് മക്കളോടുള്ള സ്നേഹമാണ്. അതായത് ഉമ്മാക്ക് ഇവളെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇല്ലാന്നല്ല, പക്ഷെ ഇവരെ സങ്കടപ്പെടുത്തണ്ട, ഇവരെ പിന്നെ വിഷമിപ്പിക്കണ്ട, ഇവരെ ഇതാക്കണ്ട. അപ്പൊ ഇവളോട് എന്തേ പറയുന്നത്, ഓക്കെ സമയമായിട്ടില്ലല്ലോ, നമുക്ക് സമയമാകുമ്പോൾ നോക്കാം, ഓന് പണിയെല്ലാം ആയിട്ട് എല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അന്നേരം ഇവളെ എന്നോട് ഷെയർ ഉണ്ട്. അപ്പൊ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയാണ് എന്ത് ചെയ്ത് ഇവര് വീട്ടിലിറങ്ങിയ ശേഷം ഭയങ്കര പ്രശ്നങ്ങളായി. പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കും എന്നുള്ളൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഏട്ടനായിട്ടുള്ള ടച്ചെല്ലാം കുറഞ്ഞ്. ഇന്നലെ ആ സമയത്ത് കുറച്ച് ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഏട്ടനെല്ലാം അറിഞ്ഞ ശേഷം നമ്മളതിൻ്റെ ടച്ചെല്ലാം കുറഞ്ഞ് കുറച്ച് ബാക്കോട്ടെല്ലാം കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു നോട്ടം. ഇവരെ കളിക്കുമ്പോൾ ഇവര് ക്രിക്കറ്റ് ഭയങ്കര ഒപ്പരം കളിക്കില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഭയങ്കര പറയും ഒരു ഫയദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചാപ്പക്കുള്ള അവന്റെ കളി സൂപ്പർ. അതെയാ, നല്ല രസം. ഞാനിങ്ങനെ കേട്ടിരിക്കും. പിന്നെ ഇത് അറിഞ്ഞ ഇവനാണ് ഫയദ്, ആ മുപ്പി ലൈനാന്ന് പറഞ്ഞത്, ലവറാന്ന് പറഞ്ഞതിന് ശേഷം ഓന് പിന്നെ ഫയദിന്റെ പേരേ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കും ഇടക്ക് ഫയദിന്റെ കളി എങ്ങനെയുണ്ട്, പിന്നെ ഉണ്ടില്ല, അതിനെപ്പറ്റി പറയതേ ഇല്ല. അങ്ങനെ പിന്നെ വീട്ടിലറിഞ്ഞ് പ്രശ്നമായി, സീനായി. പിന്നെ ഇവിടെ ഉമ്മ എന്നെ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നമാക്കി. പിന്നെ പ്രശ്നമാക്കി പറഞ്ഞാൽ അന്ന് പിന്നെ പറഞ്ഞ് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ, സ്നേഹിക്കാനെ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സാധാരണ ഒരു ഉമ്മ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുക അതേപോലെ സ്വാഭാവികമായിട്ടും വളരെ പിന്നെ എന്താ പറയുക ഇതിലായിട്ട് തന്നെ പറഞ്ഞ്. പിന്നെ എന്താ പറയുക പുറത്തേക്ക് വന്നിട്ടുണ്ടോ ഇവിടെ ഉമ്മയിപ്പൊന്നും ഇല്ല, ഉമ്മയും ആരും ഇല്ല കേട്ടാ. എല്ലാവരും പിന്നെ മുർഷിദാന കൂട്ടാൻ വേണ്ടി പോയി മംഗലാപുരം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് വരുന്നത്, അല്ലെങ്കിൽ രാത്രി വീടിക്കാൻ വിളിച്ചത്. എവിടെ വന്നിട്ട് ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ചിലപ്പോൾ ഈ 2 പാർട്ടായിട്ട് ഉണ്ടാവും കേട്ടോ, കാരണം വീഡിയോ കുറേ പോകുന്നുണ്ട്. അങ്ങനെ വിളിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒരിക്കലും ഉണ്ടാവരുത്, വാണിങ്ങിൽ നിന്ന്. പിന്നെ അപ്പം ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് തന്നെ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ 2 ദിവസം ICU 3 ദിവസം ICU കിടന്നു. പ്രഷറെല്ലാം കൂടി ഹാർട്ട് ബീറ്റെല്ലാം കൂടിയിട്ട് ആകെ സീനായിട്ട് ഞാൻ 3 ദിവസം ICU കിടന്ന് ആകെ എന്താ പറയുക ഫുള്ള് ഇതായിരിക്കും. ഇവിടെ ആ സമയത്ത് എന്താ പറയുക ഫുൾ ടെൻഷനിലായി. ഇവിടെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ എൻ്റെ ഉമ്മ അറ്റൻഡ് ചെയ്യും, വിറ്റാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ കൂടിയിട്ടാണ് എനിക്കെന്നാ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര ടെൻഷൻ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മാക്ക് പറയാൻ പറ്റില്ലല്ലേ, പിന്നെ വീട്ടിൽ നിന്ന് പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങ് വിടൂലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണെന്നൊന്നും ഡോക്ടറോട് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലെല്ലാം ടെൻഷനിൽ ഞാൻ 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായിപ്പോയി. പിന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പ്രഷർ കൂടിയിട്ടും അതുപോലെ തന്നെ ആ സമയത്ത് പ്രഷറെല്ലാം കൂടിയിട്ട് ഹാർട്ട് ബീറ്റെല്ലാം കൂടി അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര സംഭവമായി. 3 ദിവസം ICU കിടന്നിട്ടുണ്ടായിരുന്നു. ICU എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ദിവസം കൊയിലിൽ നിന്ന് പിന്നെ അഞ്ചരക്കണ്ടിയിലേക്ക് മാറ്റിയത് ഉണ്ടായിരുന്നു ആ സമയം. അപ്പം അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു സമയം എല്ലാലേക്കും മന്ദിലോ ആണ് ഇപ്പോൾ സത്യം.
അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇവിടെ കാറിന് കൊണ്ട് എൻ്റെ വീട്ടിലിരുന്നു. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് പിന്നെ എൻ്റെ ഉമ്മയും ഉപ്പി പള്ളിയിൽ വയലുണ്ടായിരുന്നു. അപ്പോൾ വയൽ കാണാൻ വേണ്ടി പോയി, വയൽ കേൾക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഇവിടെ കാണുന്നവരും ഫ്രണ്ടും വന്ന് വെല്ലടിച്ച് പിന്നെ ഫാദില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അനിയൻ പറഞ്ഞ ആ ഫാദ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനും 2 അനിയന്മാരെ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഉറപ്പാണ് ഇവിടെ കാണുന്നവർ പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മകത്തിന് നിശ്ചയിക്കാന്നല്ലല്ലോ പറഞ്ഞത്, എന്തായാലും ഇത് ചെറിയായിട്ടുള്ള പ്രശ്നത്തിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ നമ്മളെ ആ സമയത്ത് നമ്മൾ ചങ്ങായിമാറില്ല, എൻ്റെ ചങ്ങായിമാരിലും വിളിച്ച് പിന്നെ അപ്പോൾ അവരെല്ലാം നമ്മൾ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടലും വന്ന് സ്കൂട്ടറിൽ എടുത്തിട്ട് വന്നിട്ട് ഇവരെല്ലാവരും നാട്ടിൽ തന്നെയുള്ള സമയമല്ല. അപ്പോൾ ഇവിടെ കാണുമ്പോഴും ചെറിയ പേടി തുടങ്ങി. ചങ്ങായിമാരിലും വിളിച്ചോണ്ട് അങ്ങനെ ഞാൻ ആളായിട്ട് സംസാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞ് പിന്നെ ഓളായിട്ട് നിർത്തുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ഞാൻ നിർത്തും, അല്ലാണ്ട് ഞാനായിട്ട് നിർത്തൂല എന്നെല്ലാം പറഞ്ഞ് ഞാൻ 2 ഡയലോഗെല്ലാം അടിച്ചത്. അത് ഓളിനെ വിളിക്കൂല, ഇങ്ങനെയാന്ന് നീ ശല്യപ്പെടുത്തരുത്, ചക്കയാണ് വാങ്ങിയാണ് തേങ്ങയാണെന്നും പറഞ്ഞ് എന്നെ കുറേ പേടിപ്പിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഓളായിട്ട് നിർത്തിട്ട് എന്നാൽ പിന്നെ ഞാൻ നിർത്താം അങ്ങനൊരു കണ്ടീഷനിൽ ഞാനും നിന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ പാർട്ടി നിർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതല്ലല്ലോ. നമ്മൾ 2 സീരിയസ് ആയിട്ടുണ്ടായിരുന്നു, വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമായിരുന്നു. ടൈം പാസ്സായിട്ട് വല്ല ഒരു ഏജ് വരെ ആയിട്ട് തോന്നുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നിയില്ല. നമുക്ക് രണ്ടാക്കും ഇത് റിലേഷൻ നമ്മളെ ലൈഫ് എത്രയാണോ പോകുന്നത് അത്രയും കാലം കൊണ്ടുപോകുന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്ന് ശേഷം പിന്നെ അത് വീണ്ടും ഇതുപോലെ പിടിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായി ഫോണിൽ കൂടി. പിന്നെ കണ്ടിട്ട് ഇതാക്കുന്ന പിന്നെ ഇവിടെ ഉപ്പ പറഞ്ഞിട്ട് അതിലും ഭയങ്കര പ്രശ്നം സീനായി. അങ്ങനെ ഇവിടെ ഉപ്പും എന്താ പറയുക നമ്മൾ സീനാക്കി. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഭയങ്കര സീനാക്കി, പ്രശ്നമില്ലാക്കി. ഇവിടെ കരച്ചിലും പിടിച്ചിലും അങ്ങനെ മൊത്തം ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് വിസിറ്റിങ് പോയാലും പിന്നെ എനിക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലും ഒരു പണിയാണ് ഇവിടെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് വിസിറ്റിങ്ങിൽ എനിക്ക് പോയപ്പാടൊന്നും പണിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരാനാകുമ്പോൾ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്ര ഇതില്ലാത്തതുകൊണ്ട് സാലറി എല്ലാം കുറഞ്ഞാണ്ട് തന്നെ അത് ഒഴിവാക്കി. ആ സമയത്ത് എങ്ങനെ ഒരു 3 മാസം പിടിച്ചു നിന്നത് എന്താ പറയുക എന്തെല്ലോ അല്ല. ആ സമയത്ത് വിളിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോലിയില്ല, കാര്യമില്ല, കോളിങ്ങിന് ഫണ്ട് ആവശ്യമാണ്. അങ്ങനത്തെ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ പിന്നെ 30 ചെറിയൊരു പൈസ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പിന്നെ കോൾ ചെയ്യും, സംസാരിക്കും. കിട്ടിയ സമയങ്ങളൊക്കെ ഇവിടെ തന്നെ പിന്നെ മെസ്സേജ് അയക്കും. പിന്നെ കോൾ മീ എന്നിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആട്ടോ, വാട്സപ്പ് ഒന്നുമില്ല, ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ വിളിച്ച അപ്പാട് സംസാരിക്കുക. പിന്നെ ഒരു 5 മിനിറ്റോ 5-ൽ താഴെ മിനിറ്റ് സംസാരിക്കും. അങ്ങനെ സംസാരിക്കാൻ ഒന്നാമത് എൻ്റെ അടുത്ത് വണ്ടില്ല അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ. പിന്നെ ആടെ മറ്റേ എന്താണ് ഒരു ഉണ്ടിക്കോളിങ് എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ സംഭവം ഉണ്ടായി. നല്ല ₹1 ₹5 കൊടുത്തിട്ട് ഇങ്ങനെ 5 ദിർഹംസ് കൊടുത്തിട്ട് ഇങ്ങനെ 10 മിനിറ്റ് ചില സമയം സംസാരിച്ചാലായി. ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ചാൻസ് കിട്ടുക, അതും ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, അങ്ങനത്തുള്ള ഇഷ്യൂസ് വരും. അങ്ങനെ ആ കാലം കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നാട്ടിൽ വന്ന് പണിയൊന്നായിട്ടില്ല. പിന്നെ എനിക്ക് ഞാൻ വന്നപ്പോൾ തന്നെ നേരെ ഇവളെ കാണാൻ വേണ്ടി വന്ന്. അപ്പോൾ ഇവളെ കാണുന്നത് ഇവളെ മുകളിൽ ഇരുന്നിട്ടുണ്ടാവില്ല അധികം. അപ്പോൾ ഇവളെ മറ്റേ ഫെയർലാൻഡ് പരിചയം പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ. അപ്പൊ ഇതിങ്ങനെ ആളിങ്ങനെ പോകുമ്പോൾ കാണും, ഇങ്ങനെ ഇരിക്കും, വരുമ്പോ ഇങ്ങനെ വരുമ്പോ ഇപ്പുറത്ത്. അപ്പൊ ആ ഒരു കാണലേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് കാണാൻ സംസാരിക്കുക അതൊന്നും നമ്മളെ ലവ് ലൈഫിൽ ഉണ്ടായിട്ടില്ല ശരിക്കും. പിന്നെ ആ ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കണ്ട ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മളെ ഫോണിലായിരുന്നു. പിന്നെ രണ്ടാമത് പോയേരം പണി 2-ാമത്തെ ദിവസത്തിന് ശരിയായി. ഒരു ടെലികോം കമ്പനിയിൽ നല്ല അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ഒരു അടിപൊളി പണിയെല്ലാം കിട്ടി, സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ പിന്നെ ഫസ്റ്റ് കൊല്ലം നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇവരെ കാണാൻ പോയി. പിന്നെ എല്ലാവർക്കും എന്നോട് കുറച്ച് ഇമ്പ്രഷൻ ആവാൻ തുടങ്ങി, പണിയെല്ലാം ആയില്ലേ എന്നുള്ളൊരു. പിന്നെ എന്താ ഇവൾ പഠിക്കുന്നത്, പിന്നെ +1 അങ്ങനെ എന്തോ പഠിക്കുക, ഇമ്പ്രഷൻ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കുറച്ച് താല്പര്യം വരാൻ തുടങ്ങി. എന്നാലും ഒരു 40% ഇമ്പ്രഷൻ ആയിട്ടുള്ളൂ, 60% നെഗറ്റീവാണ് ഉണ്ടായിരുന്നത്. പിന്നെ വേണ്ട പറ്റൂല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവരെ റിലേഷൻ. ഇവരെ പിന്നെ എന്തായാലും ഷെയർ ചെയ്യല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഷെയർ. അതിൻ്റെ ഇടയ്ക്ക് ടോപ്പിക് എന്ന് വെച്ചാൽ ഇവർക്ക് ആലോചനകൾ ഒരുപാട് വരുന്നുണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ വരുന്നതെല്ലാം നമ്മളാകാട്ടും വിചാരിക്കാത്ത ടീമുകളെല്ലാം വരുന്നത്, അത്രയും നല്ല നല്ല ടീമെല്ലാം വന്നിട്ടുണ്ടായിരുന്നതും. ഇവിടെ ഉപ്പൊക്കെ അത്യാവശ്യം ക്യാഷ് ഉള്ളതുകൊണ്ട് ക്യാഷ് നോക്കിയിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു.
അങ്ങനെ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഒരു ഫാമിലി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഓർമ്മയില്ല. എൻ്റെ ഉമ്മ അങ്ങോട്ടേക്ക് നല്ല മറുപടി കൊടുത്തിന്. ഫാമിലി ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതേപോലെ എന്താ പറയുക, എൻ്റെ മോനിക്ക് ഇന്ന സ്ഥലമുണ്ട്, ഇന്ന ഇതിൻ്റെ എല്ലാം നിങ്ങളെ മോക്ക് എഴുതി തരും, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് വിളിച്ചിന്. ഒരു ഫാമിലി അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചിന്. അപ്പം എൻ്റെ ഉമ്മ അങ്ങോട്ടേക്ക് പറഞ്ഞ് ഓൾക്ക് നല്ലതൊന്നും വന്നിട്ടുണ്ട്, പണം ഇതൊന്നും ആഗ്രഹിക്കാതെ തന്നെ. അത് ഫജുവിനെയാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ അത് കേട്ട് എനിക്ക് അപ്പോൾ അവർ ഉപ്പയും ഉമ്മയും അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അവരങ്ങനെ അന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഉമ്മ അങ്ങനെ നല്ലോണം റിയാക്ട് ചെയ്തോണ്ട്. കാരണം ഇവർ പണവും പദവിയൊന്നും എല്ലാം നോക്കുന്നൊക്കെ മനസ്സിലായി. എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങനെ നോക്കുന്നതാണെങ്കിൽ വലിയ പണക്കാരനെ കൊണ്ട് കെട്ടിച്ച് നമുക്ക് ജീവിത നിലയിലൊന്നും പോകണമെന്നില്ല. വലിയ പണവും ഇതൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്നെല്ലാം എനിക്ക് മനസ്സിലായി. അങ്ങോട്ടേക്ക് ആ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഉമ്മ നല്ലോണം സംസാരിച്ചിരുമ്മ, എൻ്റെ മോൾക്ക് അങ്ങനത്തെ ഒന്നല്ല വേണ്ടത്, എൻ്റെ മോളെ നല്ലോണം നോക്കുന്നതാണ്. മാത്രമല്ല ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായ ഒരാളാണ്. എനിക്കിങ്ങനെ എല്ലാവർക്കും സംസാരിക്കണം, എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും വർത്താനം പറയണം. അപ്പോൾ ഫജുവിൻ്റെ ഫാമിലി പറഞ്ഞാൽ 5 ആമക്കളാണ്. അപ്പോൾ അതെല്ലാം എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഒരു ഉള്ളിൽ ടെൻഷൻ ഉണ്ടായി. വേറൊന്നല്ല, ഉപ്പ അന്വേഷിച്ചിട്ട് ഫജുവിനെ പറ്റിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അവർ 5 ആമക്കളാണ്, 5 നല്ല ആമക്കളാണ്, എല്ലാവരും നല്ല നിസ്കാരം നിലക്കുള്ള എല്ലാവരും. ഇപ്പോൾ ഒരാളോട് ചോദിച്ച് കുറേ ആൾ നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളോട് ചോദിച്ച്, അപ്പോൾ അയാൾ വായിന്ന് ഇങ്ങനെ കേട്ടു ഉപ്പാക്ക് ഭയങ്കര ഹാപ്പി. ഉപ്പാൻ്റെ ഒരു കസിനും കൂടിയാണ്. അപ്പോൾ ഓർ പറഞ്ഞു നല്ല മക്കളാണ്, എല്ലാവരും അവരെ നല്ല രീതിയിൽ വളർത്തിയതാന്ന് പറഞ്ഞു. പെങ്ങളില്ലാന്ന് മാത്രം പറഞ്ഞു. അത് ഉപ്പാക്ക് ചെറിയൊരു ഇതന്നെ, വേറൊന്നല്ല. ഞാനിങ്ങനെ ഭയങ്കര സംസാരമോ എനിക്കിങ്ങനെ ആരെങ്കിലായിട്ട് വേണം അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ കുറേ ആമക്കളുള്ള വീട്ടിലൊരു പെണ്ണ് എന്താണെന്ന് പറയുക, എല്ലാ ഉപ്പമാർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ എന്താണെന്നറിയില്ല, നമ്മളെല്ലാം മനസ്സിലാകൊണ്ടിരിക്കും. അല്ല ഉപ്പാക്ക് നല്ല രീതിയിൽ കൊടുക്കും. നമ്മൾ ഈ എക്സാം എല്ലാം ആവുമ്പോൾ നിസ്കാരം കൂടുതലേ, അതേ പറഞ്ഞാൽ നമ്മൾ പ്രണയിച്ച നിസ്കാരം ഭയങ്കര കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥന ഇത് തന്നെയായിരുന്നു. നമ്മൾ ഉപയോഗിക്കണേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രണയ ചെയ്തിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് എന്താ പറയുക, ഒരു വടക്കത്തര ഉണ്ടായില്ല. മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് എന്താ പറയുക, എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. ഒരു ടച്ചിങ്സ് എന്താ പറയുക, ഇങ്ങനെ തൊടൽ എന്നുള്ളൊരു കാര്യം പോലെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് കല്യാണം കഴിക്കാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നായിരുന്നു. എൻഗേജ്മെന്റ് ശേഷം പിന്നെ ഒരിക്കൽ ഞാൻ ഇവിടെ 2 ദിവസം മുന്നേ വന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുകയും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ വേറെ രസം ടോപ്പ് കിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, പിന്നെ എനിക്ക് കല്യാണം വന്നിട്ട് പിന്നെ നീ ഫോൺ വിളിച്ചിട്ട് മുടക്കി നിന്റെ ഉമ്മാനോട് വന്ന പറഞ്ഞ് സ്കൂളിൽ ചങ്ങാടപ്പുറം. അത് ഒരു എനിക്കറിയുന്ന ഒരു ഫാമിലി തന്നെ ഇങ്ങനെ വന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് മുടക്കിയത്. അത് ഇങ്ങനെ പണ്ടായ എന്തൊരു പൊട്ടത്തരത്തിന് ഞാൻ തന്നെ നമ്പറിൽ ഒപ്പിച്ചിന്. അവരെ ഞാൻ വിളിച്ചിട്ട് തന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞു. ആരാ എന്താണെന്ന് നമുക്കറിയില്ല. അവരോട് ഞാൻ ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന അവർ ലവറാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് വേറെ ലവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടക്കിയത്. ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു സ്കൂളിൽ നിന്ന്. അങ്ങനെ രണ്ടാമത് ഗൾഫിലെല്ലാം പോയി വന്ന് പിന്നെ എന്താ പറയുക, കുറച്ചും കൂടി ഇവർക്ക് ഇമ്പ്രഷൻ ആകാൻ തുടങ്ങി എന്നുള്ളത് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ആയ. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അപ്പം എൻ്റെ ഫാമിലിക്കെല്ലാം അറിയാം എങ്ങനെ ഇതാണ്. അപ്പം ഉപ്പാക്കെല്ലാം വെച്ചാൽ പേടി നടക്കോ ഇവർ വലിയ ടീമല്ലേ. അന്നേരം ഇവിടെ ഉപ്പാൻ്റെ ബസ് തന്നെ ഉണ്ട്, ഒരു 10-15-20 ബസ്സായിട്ട് നമ്മളെ റൂട്ടിലോട്ട് കൊടുക്കും മൊത്തത്തിൽ ടൂറിസ്റ്റിൽ അടക്കം. അപ്പോൾ എന്താ പറയുക, അങ്ങനെ വലിയ ആൾക്കാരല്ലേ, നമുക്ക് നമ്മളെ കൊക്കിലൊതുങ്ങോ എന്നുള്ളൊരു ചിന്താഗതി. ശരി എന്നാലും എൻ്റെ മനസ്സിലെന്താണ്ടായിരുന്നല്ലോ, ഈ പൈസ എന്ന് പറയുന്നത് ചില സമയം ഇന്ന് അവരുടെ അടുത്താണെങ്കിൽ നാളെ എൻ്റെ അടുത്തായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പൈസൻ്റെ മുകളിലാകുന്നത് സ്നേഹം വേറെ, പൈസ വേറെ. പൈസ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ജീവിതം കഴിഞ്ഞു പോകണം, അതിന് അത്യാവശ്യം കുറച്ച് പൈസ വേണം. പക്ഷെ സ്നേഹം കഴിഞ്ഞു പോകാൻ ഒരിക്കലും പൈസ വേണ്ട. ഉപ്പാനോട് ഫജുവിന്റെ ഏത് ഫ്രണ്ടാന്ന് എനിക്കറിയില്ല, ഉപ്പാനോട് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പാനോട് ഫജുവിന്റെ ഏത് ഫ്രണ്ട് എന്റെ കൂടെ നടക്കുന്ന ഒരു ഫ്രണ്ട് എന്നെ പറ്റിയിട്ട് പിന്നെ മോശം പറയണ്ട, അത് എനിക്ക് ഭയങ്കര സങ്കടമായി. വന്നിട്ട് ഫജു എനിക്കറിയാളാ, മനസ്സിലായി ഏകദേശം. അറിയാന്ന് വെച്ചാല് നീ പറഞ്ഞ സ്ഥിതിയില് മനസ്സിലാക്കി അതന്നെ ആയിരിക്കാം. ഉപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഓന് നിങ്ങളെ മോളെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതല്ല, വാശിക്ക് വേണ്ടിട്ട് പിന്നെ നമ്മളോട് അവൻ പറഞ്ഞ കാര്യം വെച്ചാല് പിന്നെ നമ്മളോട് പിന്നെ ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം, ഞാൻ ഓളെ സ്നേഹിച്ച് കാണിച്ചു തരാം, കല്യാണം കഴിച്ച് കാണിച്ചു തരാം നിങ്ങളെ മുന്നിൽ. അങ്ങനത്തെ ഉള്ള ഓന് വാശിക്ക് വേണ്ടി കഴിക്കുന്നതെന്നെല്ലാം പറഞ്ഞ എന്തല്ലോ ഇല്ലാത്തതാണ് അവിടുത്തെ. എന്താ പറയുക,
എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്തായാലും നമ്മൾ അതൊന്നൊരു കാര്യമാക്കാണ്ട് അത് നമുക്ക് 2 പാർട്ടാക്കാം. പിന്നെ അതെന്താ പറയുക, അതൊന്നൊരു കാര്യമാക്കാണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പോയി. അപ്പോൾ ഫസ്റ്റ് പോക്ക് പോയി ഗൾഫിൽ പോയി വന്ന്, രണ്ടാമത്തെ പോക്ക് വന്ന്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ 2ാമത്തെ പ്രാവശ്യം വിസിറ്റിങ്ങിന് പോകുന്നതിന് മുമ്പേ അപ്പോൾ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പിന്നെ എനിക്ക് എന്തായാലും കല്യാണം കഴിപ്പിച്ച് തരണം, ഞാൻ നിങ്ങളെ പൈസ ഇതൊന്നും കണ്ടിട്ടൊന്നുമല്ല, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, നീ പോയിട്ട് പഠിക്കില്ല, നല്ലതായിട്ട് സമയമാകുമ്പോൾ പിന്നെ നമുക്ക് ആലോചിക്കാം. ഓരോന്ന് എനിക്കൊരു പ്രോമിസ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി വന്ന് ഒരു ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം രണ്ടാമത് പോയി വന്നതിന് ശേഷം പിന്നെ ഫസ്റ്റ് പോയല്ലോ, എന്നിട്ട് ലീവ് കഴിഞ്ഞ് ഞാൻ കൊല്ലത്തിലിരുന്ന്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം പോയി വരുമ്പോൾ ഇവള് ഉപ്പെല്ലാം നാട്ടിലുണ്ട്. അപ്പോൾ വേറെ രസം എന്നറിയോ, എനിക്ക് ഇവള് ഉപ്പാൻ എന്നാലും അറിയില്ല കേട്ടാ. ഇവള് ഉപ്പാൻ അല്ല നാട്ടിൽ തന്നെ, പക്ഷെ ഇവള് ഉപ്പാൻ എന്നാലും എനിക്ക് അറിയില്ല കേട്ടാ. പിന്നെ അതായത് ഇങ്ങനെ ആളാന്നറിയാം, പക്ഷെ എനിക്ക് ഫേസൊന്നും അത്ര ഓർമ്മ ഒന്നുമില്ല ആ സമയത്ത്. അങ്ങനെ ഒരു ദിവസം രാത്രി 10:30 11 മണിക്കായിട്ടുണ്ട്. ഭയങ്കര നമ്മളെന്താ സ്കൈപ്പായി യൂസ് ചെയ്യല്. നമ്മള് സെറ്റപ്പായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കുത്തിയിട്ട് വിളിക്കണം. അപ്പൊ ഈ ഫോണ് നമുക്ക് ഏടിക്കും ഒളിപ്പിച്ചൊക്കെ, ഈ ലാപ്ടോപ്പ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റത്താക്കണത് എന്നാ തിരിയില്ല. ഇതെല്ലാം പഠിപ്പിച്ചതുകൊണ്ട് സമാധാനം. അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണ് ഫജിന് കോൾ വന്നിട്ട് കട്ടാക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ലാൻഡ് ഫോണിൽ അറ്റൻഡ് ചെയ്ത് ഒരു 11 മണിക്ക് നമ്മള് വീഡിയോ കോൾ ചെയ്യുന്നുള്ള മണിമൊക്കെ കേൾക്കുന്നത് നമ്മളെ. അപ്പൊ ആ സമയത്ത് ഉപ്പാക്കാട് പണി ഫ്രീ ആയാലും നാട്ടിലെ ആ സമയം നോക്കാണ് വിളിച്ചത്. അപ്പോ എടുത്ത് സംസാരിച്ച് ഹലോ എന്ന് പറഞ്ഞാലോ, ഹലോ ഇത് ഫഹദിന്റെ വീടല്ലേ? ഇത് അതെ, ഞാൻ ഫഹദാണ്. ഞാൻ ഈ പിന്നെ ലാല പുസ്തകമാണ്. ആദ്യം ഫറാദല്ല എടുത്തേ? അല്ല, ആദ്യം ഉമ്മ ഫറാദായിട്ട് എടുത്തേ, എന്നിട്ട് ഫഹദിനെ ചോദിച്ചാലല്ലേ? അതെ, ആദ്യം ഉമ്മ എടുത്തേ, ഞാനല്ല. അങ്ങനെ ഉമ്മാനടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് തന്ന്. ഞാൻ ലാല പുസ്തകമാണ്. നമുക്ക് ഇൻഷാ അല്ലാ എൻഗേജ്മെന്റ് നടത്താം. പിന്നെ എൻഗേജ്മെന്റ് നടത്താം, നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ആക്കാന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാകുമ്പോ. കാരണം നമ്മള് ചിന്തിക്കുന്നേ ഇല്ല, ഇങ്ങനെ തിരിച്ച് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ അങ്ങോട്ട് പോയി പുഷ് ചെയ്യേണ്ടി വരുമോ, പുഷ് ചെയ്തിട്ട് മാത്രമേ നടക്കുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എന്തെല്ലാം ചെയ്യേണ്ടതെല്ലാം ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേരാണ് നിങ്ങൾ ഉപ്പ് ഇങ്ങനെ വിളിച്ചിട്ട് എന്ന് പറയുന്നത്, നമുക്ക് നാട്ടിൽ ശരിയാക്കണം, എൻഗേജ്മെൻറ്റ് പെട്ടെന്ന് നടത്തണം, കല്യാണം ഇപ്പം വേണമെങ്കിൽ ഇപ്പം നടത്താം, അല്ലെങ്കിൽ കുറച്ച് അല്ല 18 വയസ്സായപ്പോൾ നമുക്ക് നടത്താം. അന്നേരം 5-6 മാസമായിട്ട് ബാക്കിയുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ എന്ത് ചെയ്ത് നാട്ടിൽ വന്നിട്ട് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ രസം നമുക്ക് പറയണ്ട, പെട്ടെന്ന് എൻഗേജ്മെൻറ്റിലാക്കി. എന്നാലും പിന്നെ ഈ എന്താ പറയുക 10 ഹാമറും അങ്ങനെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്കും അറിയില്ല നമ്മളെ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനാണ് എൻ്റെ മൂത്താണ്. അപ്പോൾ അതിനുള്ളിൽ ഇതൊന്നും അറിയില്ല. ഞാനൊന്ന് വേറൊരു കോമഡി ഉണ്ട്. അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് പിന്നെ ഈ താഴെ ഉണ്ടല്ല, ഷേവ് ചെയ്ത് കുറച്ച് ലാസ്റ്റ് ഫുള്ള് ഷേവ് വിറ്റ്. പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ സ്വന്തം എൻഗേജ്മെന്റിന് ഷർട്ട് വരെ വാങ്ങാൻ മറന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് മെൻഷൻ ചെയ്യണേ. സ്വന്തം എൻഗേജ്മെന്റിന് സ്വന്തം ഡ്രസ്സ് വാങ്ങാൻ വരെ മറന്നു പോയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ ഈ എൻഗേജ്മെന്റിന് പോകേണ്ട സമയം ഉച്ചക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇടാൻ നോക്കുമ്പോൾ ഷർട്ടില്ല. ഞാൻ ഏത് ഷർട്ടാണ് ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എൻ്റെ അനിയൻ പെരുന്നാക്കാറ്റം മേടിച്ച ഷർട്ട് എന്തോ ഭാഗത്ത് ഒരിക്കൽ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഓൻ്റെ ഷർട്ട് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റിലും കഴിഞ്ഞ് മാഷാല്ലാ വളരെ ഹാപ്പിയായി. നമ്മൾ കുറേ വിഷമിച്ചതിലും സങ്കടപ്പെട്ടതിലെല്ലാം എന്താ പറയുക, അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ഞാൻ
ഒരു 50% മാത്രമേ ഹാപ്പി ആയിട്ടുള്ള കേട്ടോ. പിന്നെ എനിക്ക് പേടി എന്നിട്ട് ഇപ്പൊ പിന്നെ വെച്ചാൽ ശേഷം പറയാൻ തുടങ്ങി നമുക്ക് നിക്കായിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് നിക്കായിക്കണം എന്നാലേ നടക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പ്രഷർ കൊടുത്ത് പിന്നെ എന്നിട്ട് ഞാൻ ഗൾഫിൽ പോലെ വീട്ടിലും പ്രഷർ കൊടുത്ത് ഞാൻ വരാമെന്ന് പറയും. ഉമ്മ എന്നെ ഇങ്ങനെ കലമ്പ് നീ പോയിട്ടല്ലേ ഉള്ളൂ പോയിട്ട് വാ വന്നിട്ട് ഉമ്മ എന്നെ കുറെ കലമ്പെല്ലാം ചെയ്തു. എൻഗേജ്മെന്റിന് ശേഷം നമ്മൾ ഗൾഫിൽ പോയി ഞാനും നമ്മളെ ഫാമിലി. ആ സമയത്ത് ഇവര് നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫജു പറയാ നിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഉപ്പ വേറെ കെട്ടി. എൻഗേജ്മെന്റ് ആ ഒരു മെന്റാലിറ്റിയാണ്. അങ്ങനെ ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് എന്റെ നെഗറ്റീവ് തോട്ട്സ് മാത്രമേ എന്റെ മൈൻഡിൽ വരുത്തുള്ളൂ. ഉപ്പ എന്നിട്ട് 80% ഓക്കെ ആയിട്ടുള്ളൂ. ഒരു 80% ആയിട്ട് ഓക്കെ. ഉപ്പ അത്ര കല്യാണത്തിന് സമയത്ത് അത്ര ഹാപ്പി ഒന്നല്ല. 80% മാത്രമേ ഹാപ്പി ആയിട്ടുള്ളൂ. അന്റെ കല്യാണ വീഡിയോ കണ്ടാൽ മനസ്സിലായി ഉപ്പാന്റെ മുഖം ഉപ്പ ഓക്കെ ആണ്. സമയത്ത് നല്ല കരഞ്ഞ് പിന്നെ ടെൻഷന് നമ്മളെല്ലാരും അങ്ങനെ കഴിഞ്ഞാണ് പോകുന്നതാണ്. എന്താ പറയാ പെണ്ണില്ലാതെ എടുത്ത് പോകും അങ്ങനത്തെ എല്ലാം ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷർ കൊടുത്ത് ഞങ്ങൾക്ക് വേഗം കല്യാണം കഴിക്കണം. അപ്പം ഞങ്ങൾക്ക് പേടി തുടങ്ങി. ഈ പിന്നെ പലത് ആ സമയത്ത് കേൾക്കുന്നത് എൻഗേജ്മെൻറ്റ് മുടങ്ങി പോകുന്നതാണ്. അല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചെക്കന് പോകുന്നത് പെണ്ണ് പോകുന്നത് പെണ്ണിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ചെക്കന് വേറെ ലൈൻ ഉണ്ടെന്ന് പറയുന്നത് പെണ്ണിന് ലൈൻ ഉണ്ടെന്ന് അങ്ങനെയുള്ള പറയുന്ന സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളത് ഇങ്ങനെ ആയിപ്പോൾ അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചടിച്ച് എങ്ങനെയല്ലോ അൽഹംദുലില്ലാ നമ്മളെ കല്യാണം വരെ എത്തി. കല്യാണത്തിൽ അൽഹംദുലില്ലാ കല്യാണമെല്ലാം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറച്ച് ആഡംബരമായിട്ടുള്ള കല്യാണമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കുഴപ്പമില്ലാത്ത നോർമൽ കല്യാണമായിരുന്നു. കാരണം പിന്നെ 2 വ്യത്യാസങ്ങൾ. ഒന്ന് ഫണ്ട് പിന്നെ പറഞ്ഞാൽ ഇവർ നാട്ടിൽ പ്രമാണിയാണല്ലോ നമ്മൾ സാധാരണ ആൾക്കാർ. അപ്പോൾ ഇവർക്ക് ആ രീതിയിൽ നടത്തണം. കാരണം ആദ്യത്തെ മോളാണ് പിന്നെ ഇവരെ. അപ്പം കല്യാണം വളരെ സന്തോഷമായിട്ട് വളരെ ആഡംബരത്തോടെ തന്നെ നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരാകെ നടത്തി നമ്മളെ ഇതിൽ നടത്തി. നമ്മളെ വീട്ടിൽ ആദ്യത്തെ മോനെ ഞാൻ. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി നടക്കേണ്ട കല്യാണം പോലെ നടന്നു. അപ്പോൾ അൽഹംദുലില്ലാ കല്യാണമെല്ലാം കഴിഞ്ഞ് നിക്കാഹെല്ലാം കഴിഞ്ഞ് എന്താ പറയുക ഞങ്ങൾ സന്തോഷമായി ഹാപ്പിയായി. ഒറ്റ ദിവസം കൊണ്ട് ഫജു ഉപ്പാനെ സെറ്റാക്കി എടുക്കുന്നു. കാരണം എന്താ അറിയില്ല ഉപ്പാക്ക് എന്തോ ഒരു ആ ഫജുവിൻ്റെ ആ ഒരു മര്യാദ എന്താണെന്നറിയില്ല. ഉപ്പ ആ പിറ്റേ തന്നെ പോയിട്ട് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട്. അല്ല ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട്. അങ്ങനെയല്ല വീട്ടിൽ പോയി പറഞ്ഞ അപ്പം എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെന്നോട് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അതായത് ഉപ്പി സെലക്ട് ചെയ്ത് ഏതായാലും അലഹംദുലില്ലാ നല്ലതാണെന്നുള്ളത്. ഉപ്പിക്ക് അങ്ങനെ ഒരു കുറവ് ആ ഒറ്റ ഉപ്പാക്ക് പിന്നെ അങ്ങനെയുണ്ട്. വലിയ കഴിവെന്നല്ല പറയുന്നത്. ഒരാൾ ഒരിക്കൽ കണ്ടോ മതി അയാൾ ഇപ്പോൾ ആ ഒരു ഇത് വിലയിരുത്തും. അതില് പറഞ്ഞാല് എന്തെല്ലോ ഓർക്ക് എന്തെല്ലോ ഒരു കഴിവുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പറഞ്ഞതേ നടക്കും. ഓരെന്താ കാര്യം പറഞ്ഞ് ഓർ മരിച്ചുപോയി. അവർ വിശാലമായി കൊടുത്തിട്ട് പിന്നെ എന്താ പറയാ ആ ആള് നല്ല മനുഷ്യനായിരുന്നു. എല്ലാ ഹെൽപ്പും എന്താ പറയാ പാവങ്ങൾ ഒരുപാട് സഹായിച്ചെന്ന് പറയലല്ല കേട്ടോ. ആൾ അത്രയും നല്ല വ്യക്തിയാണ്. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ എന്തെല്ലോ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടെല്ലായി കാര്യങ്ങളായി ഉള്ള പിന്നെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വിൽക്കേണ്ടി വന്ന് ഇപ്പൊ എന്താ പറയാ നമ്മളെല്ലാം ഇപ്പോൾ എന്താ പറയുക ഒരേപോലത്തെ അവസ്ഥയിലുള്ളത്. അത്രയും എന്താ പറയുക സാധാരണ ഒരു മിഡിൽ ഫാമിലിനാകാട്ടിയും കുറച്ചും കൂടി താഴായിരിക്കും ഇപ്പം നമ്മളുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കടന്നു പോകണം. എന്നാലും അൽഹംദുലില്ലാ പിന്നെ നമ്മളെ സന്തോഷം കാര്യങ്ങളിൽ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തോടെ തന്നെയാണ് ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. അപ്പോൾ എന്താ പറയുക അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ ടൂറെല്ലാം പോയി. ടൂറ് പോയെന്ന് പറഞ്ഞാൽ വിറ്റമ്മോ മരണം വിറ്റ് 5 ദിവസത്തെ ഹണിമൂൺ ട്രിപ്പാണ്. നമ്മളെ ഇവരില്ലേ ഊർവശിന്റെയും പിന്നെ മോഹൻലാലിന്റെ ഒരു ഫിലിമില്ല ഫിലിമിന്റെ വരുന്നതാണ്. അവർ കുടുംബക്കാരെല്ലാം കൂടി ടൂർ പോകുന്നത്. അതോ 2 കാറിലാണ് നമ്മളെ അടിമുടി. 2 കാറും ആളും പാടും അച്ചപ്പാടും വന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. അടുക്കാണെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമുണ്ട്. എനിക്ക് ഈ ഒറ്റയ്ക്ക് പോകുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മൾ 2 ആളും മാത്രമാണ് പോകുന്നതെങ്കിലും എനിക്ക് എന്നാലും ചെറിയ എനിക്ക് ആരെങ്കിലും കൂട്ടായിരുന്നു എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അത് കാരണം നമ്മളെ ഫാമിലി അത്രയും ക്ലോസ് ആയിട്ടുള്ള സർക്കിളുള്ള ആളെ മാത്രം കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമുക്ക് ലാലക്കൂട്ട അല്ലെങ്കിൽ മനക്കൂട്ട അങ്ങനെ പറയും. പക്ഷെ അവർക്ക് നമ്മളിപ്പരം വരാൻ മടിയാണ്. കാരണം നമ്മള് നമ്മള് പിന്നെ അന്നുമാനം വിളിച്ചാൽ ഉമ്മ വേഗം വരും ചെയ്യില്ല. ഉമ്മനോട് ഇപ്പൊ അടുത്ത ആഴ്ച പോകാന്ന് പറഞ്ഞാല് പിന്നെ അടുത്ത ആഴ്ച നമുക്ക് പോവാം. പിന്നെ എന്നിട്ട് ആ ആഴ്ച 4 ആഴ്ച ഉച്ചക്ക് വിളിച്ചാൽ പോയി നമുക്കതില്ലേ
ഇങ്ങനെ അനുഭവം പൊതുവെ വഴി പോക്കുന്നില്ല, കുറവാണ്. പിന്നെ എന്താ പറയാ, അങ്ങനെ പുറത്ത് പോക്കും ഇങ്ങനെ. അതിലിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ടോ, അത് വഴി പോകുന്നില്ല, അങ്ങനത്തെ കുറവാണ്. അങ്ങനെ നമ്മളെ ലവ് സ്റ്റോറി സക്സസ് ആയി, മാരേജിലേക്ക് എത്തി, ഹാപ്പി ആയി. പിന്നെ എന്താ പറയാ, വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, പിന്നെ നിങ്ങൾ ഇപ്പൊ ലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം പിന്നെ എന്താ പറയുക, നല്ലതായിരിക്കണം. നല്ല ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് സക്സസ് ആവുന്ന എൻ്റെ വിശ്വാസം. നമ്മളെ ലൈഫിൽ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരുമിപ്പിക്കും പഠിച്ചവൻ. അത് എന്തായാലും 100% പഠിച്ചവൻ എന്തായാലും ഒരുമിപ്പിക്കും. അതിലൊരു യാതൊരു സംശയമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, എന്നാൽ പോലും എൻഡ് ഓഫ് ദി ഡേ അത് ഹാപ്പിനെസ് ആയിട്ട് മാറുന്നുള്ളതാണ് നമ്മളെ ഒരു ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടായൊരു പിന്നെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഒരു സ്കൂൾ ലവറാണോ, അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു നമ്മളെന്താ പറയുക ടൈം പാസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് പിന്നെ മുതലെടുക്കാൻ എന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനത്തെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നവർ ചിലപ്പോൾ അതേപോലത്തെ ഒരാളായിരിക്കും, വേറൊരാൾ യൂസ് ചെയ്ത ആളായിരിക്കാം, വേറെ ആൾ നോക്കിയ ഒരാളായിരിക്കാം എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടല്ലേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുക ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഈ സ്നേഹം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ തട്ടിക്കളിക്കാനുള്ള സംഭവമല്ല. അപ്പോൾ നിങ്ങൾ ഒരാളായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അത് ലൈഫിൽ നിങ്ങൾക്ക് ഒപ്പരം ഒരു പങ്കാളിയായിട്ട് കാണാൻ കഴിയും. അല്ലാണ്ട് നമുക്ക് ആ ദിവസത്തെ അല്ലെങ്കിൽ ആ നേരത്തെ അല്ലെങ്കിൽ ആ ഒരു ഇത് തീരാൻ വേണ്ടി മാത്രമായിരിക്കരുത്. അങ്ങനെയുള്ളവർ എന്താ പറയുക, രണ്ടാൾക്കാർ പരസ്പരം അറിയണം നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നത്. അല്ലാണ്ട് ഒരാൾ ചിലപ്പോൾ സമയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതായിരിക്കും, ചില സമയം ഒരാൾ ഓപ്പോസിറ്റ് ഉള്ളവർ ഇങ്ങനെ നടിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊന്നും പാടില്ല, അതെല്ലാം ഏറ്റവും വലിയ ചതിയാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കണോ, നിങ്ങൾ പിന്നെ പ്രേമിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അല്ലാതെ പ്രേമിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രേമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി സ്നേഹിക്കരുതെന്ന് ഞാൻ പറയും. ചില ആൾ പല രീതിയിലും കാണാം ഈ സ്നേഹത്തിന്. അപ്പോൾ ആ രീതിയിലൊന്നും കാണാണ്ട് സത്യസന്ധമായി സ്നേഹിച്ച് എന്താ പറയുക, സത്യസന്ധമായി സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരുമിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, വീഡിയോ അങ്ങ് എത്തി 50 മിനിറ്റോടെ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറി ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലവ് സ്റ്റോറി കേട്ടോ. ഒരുപാട് കോമഡിയിലുണ്ട്. എത്ര ഫോൺ പിടിച്ചിരുന്നറിയോ, ഞാൻ കൊടുത്ത ഫോൺ തന്നെ. പക്ഷെ അവന്ന് അതിൽ കത്തിച്ച് ചുരുക്കി കളയുന്നില്ല അല്ലേ. അങ്ങനത്തെ എല്ലാം കുറേ കോമഡി ഉണ്ടായി. അപ്പം ഇതെല്ലാം തന്നെ കേട്ടോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്, നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ലവ് സ്റ്റോറി. പിന്നെ അടുത്ത സിബ്ലിങ്സ് ഉണ്ട്. ഒരു കാക്ക ഒരു അനിയത്തിയുണ്ട്. അനിയത്തി +2 പാസ്സായി. പിന്നെ ലാല മുനീഫ, ഫാത്തിമത്ത് മുനീഫ എന്ന പേര്, ലാല എന്ന് വിളിക്കാം. പിന്നെ ആ ലാലയിലാണ് പറയപ്പെട്ടത്. ലാല ബസ്, ലാല ഹോട്ടൽ, അങ്ങനെ പലതും ഉണ്ടായി. ലാല പ്രോപ്പർട്ടീസ്, ലാല ടൂർസ് ആൻഡ് ട്രാവൽസ്. ഒന്നുമില്ല കേട്ടോ, ഇപ്പൊ എന്താ പറയാ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാക്ക ഇപ്പം ഗൾഫിലാണ്. എനിക്ക് വൈഫ് 2 മക്കളുണ്ട്, സിബ്ലിങ്സ്. പിന്നെ എൻ്റെ മുഖം കാണിക്കാതെ എനിക്ക് ഇല്ല, ഈമാനിൻ്റെ നടുക്കഷ്ണമായോണ്ടൊന്നല്ല ഞാൻ മുഖം കാണിക്കാൻ, എനിക്കൊരു ഷൈ ഫീലിംഗ് ആണ്. ഇവക്കെന്ന് വെച്ചാല് നമ്മളാരെയും പേടിച്ചിട്ടുമല്ല, അല്ല ഇവളെ മുഖം കാണുന്നോണ്ടല്ല, അല്ല ഇവള് ഭയങ്കര സംഭവമായോണ്ടൊന്നല്ല കേട്ടോ. ഇവക്ക് ഇവളെ മുഖം ഞാൻ ഒരിക്കലും ഇവളെ പുഷ് ചെയ്യില്ല. മുപ്പിന്റെ മുഖം കാണിക്കും, നമുക്ക് റീച്ച് കൂടുന്നു ഞാൻ ഇവളടുത്ത് പറയില്ല. ഞാൻ ഇവളോട് അങ്ങനെ ചെയ്യാനും പറയില്ല. ഞാൻ പറയുന്നൊരു കാര്യം, എനിക്ക് താല്പര്യം ഉണ്ടാവും, നീ കാണിച്ചോ. ഇല്ലേ വേണ്ട, കുഴപ്പമില്ല. ആ ഉള്ളൊരു കണ്ടീഷനാണ്. ഇവളെ മുഖം കാണിക്കാൻ, ഇവളെ മുഖം കാണുമ്പോ പിന്നെ ഇവക്ക് തന്നെ പിന്നെ എന്താ പറയാ
ഷൈ തോന്നുന്നത്. അങ്ങനത്തെ ഇവളെയാണ് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ സ്നേഹിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാനിത് ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇതേപോലെ ഹിജാബ് ഇടാണ്ടെല്ലാം പോയിട്ട് കുറെ ആള് പറഞ്ഞിട്ടുണ്ട്, ഓ ഇവക്ക് മുകളിൽ ഊരിട്ടെല്ലാം വരാനെല്ലാം അറിയല്ലേ, അങ്ങനെല്ലാം പറഞ്ഞാലേ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങള് അങ്ങനൊന്നും ചിന്തിക്കരുത്. ഇപ്പൊ നമ്മൾ ഈ ക്യാമറയിൽ സംസാരിക്കുന്ന പോലെ പുറത്തു പോയി സംസാരിക്കുന്നതല്ലല്ലോ. ഇത് റിയൽ ലൈഫും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നിങ്ങള് മനസ്സിലാക്കാം. ഇവൾക്ക് ഇവളതായ ഇഷ്ടങ്ങളും പ്രയോറിറ്റി ആകുമ്പോൾ കൊടുക്കണ്ടേ. അല്ലാണ്ട് നീ അതിട്ടിട്ടേ പോകാൻ പറ്റൂ, നീ ഇങ്ങനെ ആക്കാൻ പാടില്ല അങ്ങനെ ആക്കാൻ പാടില്ല ചെയ്യാം. നമുക്ക് ആർക്കും അധികം എന്തെന്നാലും ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ലൈഫ് ഒന്നല്ല, ഫ്രീ ആയ ലൈഫാണ്. അതായത് നമുക്ക് രണ്ടാളും ഫ്രീ ആയിരിക്കണം. അതെ, എന്റെ നമ്മള് അതായത് ഇപ്പൊ ഇവിടെ ഇഷ്ടങ്ങൾ എനിക്കും അറിയാം, എന്റെ ഇഷ്ടങ്ങൾ ഇവർക്കും അറിയാം. ചില ആള് ചിന്തിക്കുന്ന കാര്യം ഭർത്താവ് പറയുന്ന പോലെ ഭാര്യ കേൾക്കണം, ഭർത്താവിന്റെ അടിയിൽ ജീവിക്കണമെന്ന് ചില ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങളാണ്, അവരവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങൾ ഇപ്പൊ എനിക്ക് ചങ്ങായി മലപ്പുറം പോകണം അങ്ങനെ ആക്കണമെന്ന് പറയുമ്പോൾ മുപ്പെന്ന് പറയാ പോയാൽ വേഗം വരണേ എന്ന് പറയും. അതൊക്കെ തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഓൾറെഡി ഇങ്ങനെ കുറഞ്ഞ് വരും. പിന്നെ എല്ലാവരും 4 ഭാഗമായി. പിന്നെ അത്ര തന്നെ. അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, പുറത്തവർ വന്നു തന്നു. അപ്പോൾ കുട്ടീനെ കാണാനുള്ള ക്യൂരിയോസിറ്റി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. നമ്മൾ ഹാപ്പി ആകട്ടെ, ഭയങ്കര ഹാപ്പി. അവള് കുട്ടി അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.